CMRL എക്സലോജിക് മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീടുകളിലും മകൾ വീണ വിജയന്റെ എക്സലോജിക് കമ്പനി ഓഫീസുകളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യാപക റെയ്ഡ് നടത്തി. കേസിൽ ഇഡി അന്വേഷണവുമായി മുന്നോട്ടു പോകണമെന്ന കേരള ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ കേരളത്തിലും ബംഗളൂരുവിലുമായി ആകെ 12 ഇടങ്ങളിലാണ് ഒരേ സമയം പരിശോധന നടന്നത്. പിണറായി വിജയന്റെ വസതികൾ, തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ അദ്ദേഹത്തിന്റെ വാടക വീട്, കണ്ണൂരിലെ പിണറായിലുള്ള വീട്, പ്രമുഖ നേതാക്കളുടെ വീടുകൾ, മുൻ മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട് കോട്ടുള്ളിയിലുള്ള വീട്, കമ്പനി ഓഫീസുകൾ, കൊച്ചിയിലെ CMRL ഓഫീസ്, വീണ വിജയന്റെ ബംഗളൂരുവിലെ എക്സലോജിക് ഓഫീസ്, മറ്റു പരിശോധനകൾ CMRL MD ശശിധരൻ കർത്തയുടെ വീട് എന്നിവിടങ്ങളിലാണ് ED റെയ്ഡ് നടത്തിയത്. ED അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഈ അടിയന്തര നീക്കം. വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സലോജിക് സൊല്യൂഷൻസിന് CMRL കമ്പനി കൃത്യമായ സേവനങ്ങൾ ലഭ്യമാക്കാതെ 1.72 കോടി രൂപ നിയമവിരുദ്ധമായി നൽകിയെന്നാണ് കേസ്. ഈ കള്ളപ്പണ ഇടപാടിലാണ് ED അന്വേഷണം. റെയ്ഡിന് പിന്നാലെ തിരുവനന്തപുരത്തും കണ്ണൂരിലും CPM പ്രവർത്തകർ വൻ പ്രതിഷേധവും രംഗത്തിറങ്ങി. റെയ്ഡ് കഴിഞ്ഞ് മടങ്ങിയ ED ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടാകുകയും വാഹനങ്ങളുടെ ചില്ലുകൾ തകർക്കപ്പെടുകയും ചെയ്തു. റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും BJPയും കോൺഗ്രസും ചേർന്നുള്ള സംയുക്ത നീക്കമാണെന്നും CPM നേതാക്കൾ ആരോപിച്ചു.